അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ಫರಂಗಿಪೇಟೆ ಘಟಕ ಇದರ ವತಿയിൽ നിന്ന് ഇപ്പൊ കൂടെ ഈ വൽച്ചിൽ ചൊല്ലിയ പ്രദേശത്തിൽ ധാർമ്മിക പ്രവചന ಕಾರ್ಯಕ್ರಮ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നിവിടെ സ്റ്റേജിലുള്ള പ്രശസ്ത പണ്ഡിതന്മാരെ, അതിഥിമാരെ, കൂടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രശസ്ത സത്യവിശ്വാസിനിമാരെ, ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടുള്ള ഈ രായത്തെ ഹിരിയായങ്ങളെ സഹോദര സഹോദരിമാരെ, സ്വാഭാവികമായിട്ട് എല്ലാ റായത്തെ പോലും ആൾമാരെ മനസ്സിൽ സലഫി ചൊന്നെങ്ക് ഇങ്ങ നൂതനവാദിങ്ങ ഇങ്ങ ദീനില് പുതിയ ആശയത്തെ കൊണ്ടുവന്നങ്ങ ഇങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ പിർസാക്കാത്ത ആൾമാർ, ആ റസൂൽക്ക് ഒരു പ്രത്യേകത ഇല്ല ചൊല്ല ആൾമാർ, ഇൻക്ക് ഖബർ സിയാറത്തില്ല, ഇൻക്ക് സ്വലാത്തില്ല, ഇൻക്ക് ദിക്റില്ല, ഇങ്ങനെ 100 കൂട്ട അപവാദങ്ങൾ ഐത്തിക്കറ് സലഫിങ്ങളെ മേലുള്ളത്. അത് ഒരു റായത്ത് സാധാരണമായിട്ടുള്ള ആൾമാരെ മനസ്സിൽ വേറൂറിയ ഒരു വിഷയത്തിക്കറ്. എന്നെങ്കിലും ഇത്തരത്തിലുള്ള അപവാദങ്ങൾക്ക് വിരുദ്ധമായിത്തിക്കറ് സലഫി പ്രസ്ഥാന. ഇപ്പൊ മേല് ചൊന്ന എല്ലാ വിഷയ അത് സലഫിക്കും ഉണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂൽ ഐത്തിക്കറ്. ആ റസൂൽ ഞങ്ങളെ നേതാവായിത്തിക്കറ്. ആ റസൂലിനെ ഞങ്ങളെ ജീമത്തെ കാണ്ടി ആരെ പിർസാക്കൊന്നു ചൊല്ലങ്ങായിട്ടിക്കറൊരു സലഫിങ്ങ. ഞങ്ങൾക്ക് ഖബർ സിയാറത്തുണ്ട്, ദിക്റുണ്ട്, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലോടാ, ആ സ്വലാത്തക്ക് പ്രതിഫലമുണ്ട് ചൊന്ത് പടിപ്പാട്ടി കൊടുക്കുന്ന പ്രസ്ഥാനമായിത്തിക്കറ്. അപ്പൊ ഈ സന്ദർഭത്തില് തൻ്റെ റായത്തങ്ങൾട്ടിക്ക് ഈ ഒലച്ചിൽ ചൊല്ലി ഈ റായത്തങ്ങൾട്ട് ചൊല്ലുള്ളത് നിങ്ങ കൂടെ എന്ത്ര ചൊല്ലു അതിനെ നിങ്ങ കേക്കോർ, കാതോർത്തിട്ട് നിങ്ങ കേക്കോർ. കേക്കൊക്കെ തീരാ ചൊല്ലിയത് അതൊരു മുഅ്മിനായ മനുഷ്യൻ ചൊല്ലുകയുള്ളതല്ല, ഒരു മുസ്ലിമായ അവൻ്റെ ഒരു ക്വാളിറ്റി അല്ല. ബദലായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻട്ടിക്ക് അല്ലാഹു ഖുർആനിൽ ചൊല്ലിയവർ പലക്കുണ്ട്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. പലക്കത്തെ ശ്രദ്ധിച്ചിട്ട് കേക്കരെ, ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതില് ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ ചൊല്ലി എന്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലിയതിരെ പലക്കത്തെ ശ്രദ്ധിച്ച് കേൾക്കും. കേൾക്കുക തീരാണ്ടല്ല അല്ല ചൊല്ലേ. ആര് എന്തൊരു വിഷയം ചൊല്ലു അത് ഞങ്ങളെല്ലാം കേൾക്കണം. എന്നിട്ട് ഫയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നല്ലതെന്തരെ, അഹ്സനായതെന്തരെ അതിനെ പിൻപറ്റോറും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലെ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അങ്ങൈറ്റിക്കുള്ള അല്ലാഹുവിന്റെ സന്മാർഗത്തിലായ അങ്ങ വഉലൈക ഹും ഉലുൽ അൽബാബ്,
അങ്ങായിട്ടിക്കൊരു ബുദ്ധി ഉല്ലാൽമാർ ചൊന്ത് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആര് എന്ത് ചൊല്ലറോ അതിനെ കേൾക്കണം. ഫസ്റ്റ് ഒരു വിഷയം കേട്ടെങ്കിട്ട് മനസ്സിലാവടെ ഇത് ശരിയാ തപ്പ, അത് എടുക്കരുത് പൊട്ടുறது പിന്നത്തെ വിഷയ. എന്നെങ്കിൽ കേൾക്കരുത് ഒരു സത്യവിശ്വാസിയുടെ ഒരു ലക്ഷണമായിത്തിക്കുന്നത്, ഒരു മുസ്ലിമിന്റെ ലക്ഷണമായിത്തിക്കുന്നത്. അതുകൊണ്ട് വലിച്ചിൽ ചൊല്ലി പ്രദേശത്തുള്ള എൻ്റെ പിർസത്തെ ഹിരിയായിങ്ങൾട്ടെയും സഹോദര സഹോദരന്മാർ ചൊല്ലുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്ന് 2 പ്രഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് വേറെ ഭാഷയിൽ, പിന്നെ ഒന്ന് മലയാളത്തിലും. നിങ്ങൾ കാതോർത്ത് കേൾക്കോർ എന്ത്ര ചൊല്ലിയത്. എന്നിട്ട് അതില് നിങ്ങൾക്ക് സ്വീകരിക്കുക തയ്യാറല്ലെങ്കിൽ വിട്ടുവിടോറോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരാൾക്കും നിർബന്ധമില്ല. ഇതേ നീ സ്വീകരിച്ചിട്ടേ ബേൻചൊന്ന് താറ് ചൊല്ലില്ല, അതല്ല വടിപ്പാടി തന്നെ ദൈത്തിക്കത്. അപ്പൊ ഫസ്റ്റ് ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കോറോ അങ്ങ് സന്മാർഗത്തിലാവിടങ്ങ അങ്ങ് ഇട്ടിക്കൊരു ബുദ്ധിയില്ല ആൽമാ. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടും. ഇനി രണ്ടാമത്തെ വിഷയം ചൊല്ലുള്ളത് സലഫി പ്രസ്ഥാന, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ചൊല്ല ഈ ഒരു സംഘടന ഏത് കാലത്തിലും സമുദായത്തെ ചൊന്ന വന്നെ 2 പ്രമുഖമായ വിഷയമുണ്ട്. അത് ആ വിഷയം ഏത് ചൊന്നിട്ടായി, ഒന്ന് തൗഹീദ്, രണ്ടാമത്തേത് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നടപടിക്രമ. ഇത് ഏത് കാലത്തിലും സമൂഹത്തിൽ ചൊന്ന വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 വിഷയത്തിക്കറ്. തൗഹീദ് ചൊന്നിട്ടായെങ്കിൽ അള്ളാഹുടെ ഏകത്വത്തെ വിഷയത്തിൽ ഞങ്ങളെ പഠിച്ചവൻ അള്ളാഹു ആയിത്തിക്കറ, ഞങ്ങളെ സൃഷ്ടിയാക്കിയവൻ അള്ളാഹു ആയിത്തിക്കറ, ഞങ്ങൾക്ക് ಬೇನ എല്ലാ വ്യവസ്ഥയാക്കിയവനും അള്ളാഹു ആയിത്തിക്കറ. ആ അള്ളാഹുടെ അനുഗ്രഹത്തെ സെക്കൻഡ് ഞങ്ങൾ ആസ്വാദനാക്കിക്കൊണ്ടില്ല, ശ്വസനവായു എടുത്തോണ്ടുള്ള അതേപോലത്തെ എല്ലാ അനുഗ്രഹത്തെ ഞങ്ങൾ അനുഭവിച്ചോണ്ടുള്ള. എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പേരിൽ ഞങ്ങളുടെ ₹1 പൈസ കാശ് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹു ഇത്ര മാത്രം അനുഗ്രഹത്തെ തന്നെ പേരിൽ അള്ളാഹു ചൊല്ല ഒരു വിഷയത്തിക്ക് നക്ക് നിങ്ങൾ ഇബാദത്തെ എടുക്കോറും, ഇബാദത്തിന് നക്ക് നിങ്ങൾ സമർപ്പിക്കോറും. അപ്പൊ എല്ലാ മുസ്ലിമീങ്ങ നിസ്കരിക്കോറും ആ നിസ്കാര ആറ് കൈത്തിക്കറ്, അള്ളാഹു കൈത്തിക്കറ്. അതേപോലെ സക്കാത്ത്, അതേപോലെ നോമ്പു, അതേപോലെ ഹജ്ജ്, ഇതൊക്കെ അള്ളാഹു കൈത്തിക്കറ്, ഇതൊക്കെ ഇബാദത്ത് ഐത്തിക്കറ്. ഇലാഹായെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ആരാധ്യനില്ല. ഇലാഹായിട്ട് ഞങ്ങളെ ഇബാദത്ത് ആർക്ക് ഞങ്ങൾ സമർപ്പിക്കണം, അവനായിട്ടിക്ക് ഞങ്ങളെ ഇലാഹ്. അപ്പൊ ആ ഇലാഹായ അള്ളാഹു മാത്രമായി തിക്കറ. അപ്പൊ ഇത്തരത്തിലുള്ള ഇബാദത്ത് ഞങ്ങൾ അള്ളാഹു സമർപ്പിക്കുമ്പോ ഞങ്ങളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോ, കഷ്ടപ്പാട് കടന്നു വരുമ്പോ ചമ്മത്തെ ആൾമാർ അള്ളാഹുടെ വിട്ടിട്ടു പല പടുപ്പുങ്ങൾക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കാണോ കിട്ടും. അങ്ങൾട്ടെ പോയിട്ട് സഹായിക്കരുത് കാണോ കിട്ടും. എന്നെങ്കിലും വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ വിഷയ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അള്ളാഹുടെ വിട്ടിട്ട് അങ്ങ് ആരൊട്ടിಗೆ പ്രാർത്ഥിച്ചോണ്ടുള്ളറാ അങ്ങ് എന്തൊന്നും സൃഷ്ടിയാക്കിയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. ജീവിതത്തിൽ പ്രയാസ കഷ്ടപ്പാട് വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, അല്ലെങ്കിൽ തടിക്ക് ഏതായെങ്കിലും സീക്ക് വന്നെങ്കിൽ അത് അള്ളാഹു അല്ലാത്ത ആൾ മട്ടിಗೆ പോയിട്ട് ചൊല്ലിയ ഒരു അവസ്ഥ എത്തിക്കറിന്റെ ഞങ്ങൾ മുസ്ലിം സമുദായത്തെ കണ്ടുകൊണ്ടുള്ളത്. കാരണം പ്രാർത്ഥന ചൊല്ലിയത്, ദുആ ചൊല്ലിയത് അത് ഇബാദത്ത് എത്തിക്കറ്. എങ്ങനെ ഞങ്ങൾ അള്ളാഹു മാത്രം നിസ്കരിക്കണമാ, അതേപോലെ ദുആ ചൊല്ലിയത് അത് അള്ളാഹു മാത്രമേ എത്തിക്കറ്. ആ ദുആ അല്ലാഹു അല്ലാണ്ട് ഒരു പടുപ്പുങ്ങൾട്ടിക ഖാലിഖായ റബ്ബുടെ വിട്ടിട്ട് ഒരു മഖ്ലൂഖുക്കും സമർപ്പിക്കൂ തീരാ. അങ്ങനെ സമർപ്പിച്ചെണ്ടൈക്ക് ചൊല്ലെ ശിർക്ക്, അല്ലാഹു ശരീക്കാക്കരെ, തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള പദമൈത്തിക്കര്. അങ്ങനെ ശിർക്കാക്കി മരണപ്പെട്ടു പോയിട്ടെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന്റെ ഖുർആനിൽ ചൊല്ലി അങ്ക് സ്വർഗ്ഗ ഹറാമു ചൊന്തൈറ്റിക്ക് വിശുദ്ധ ഖുർആൻ.
കാലാകാലം അങ്ങ് നരകത്തിൽ കത്തിയേറിയാൽ പെട്രോൾ സ്വന്തമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പാൻ തന്നെ. അപ്പൊ അള്ളാഹ് ഇവിടെ ചൊല്ലേ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അള്ളാഹുടെ വിട്ടിട്ടു അങ്ങ് ആരൊട്ടിಗೆ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളവരാ, അങ്ങ് എന്തൊന്നും സൃഷ്ടിയാക്കിയിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അങ്ങ് സൃഷ്ടിക്കൽപ്പെട്ട അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ. ഇന്റെ മനുഷ്യന്മാര് തങ്ങളെ കഷ്ടത്തെ സന്ദർഭത്തിൽ പ്രയാസ സന്ദർഭത്തെ ആട്ടിയൊക്കെ അങ്ങനെ സങ്കടത്തെ പോയി ചൊല്ലുറാ, അങ്ങൊക്കെ സൃഷ്ടിക്കൽപ്പെട്ട അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചറാ, അങ്ങ് വേറൊന്നും അങ്ങ് സൃഷ്ടിയാക്കിയിട്ടില്ല. എന്ത് അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ, അംവാതുൻ ഗൈറ അഹ്യാ, അങ്ങ് മരണപ്പെട്ട അങ്ങ് ഹയാത്തുല്ലങ്ങ അല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അങ്ങനെ എപ്പോ പുനരുത്ഥാനം ആഗ്രഹിച്ചോ തനിക്ക് പ്രജ്ഞയില്ലാണ്ട് വിശുദ്ധ ഖുർആൻ ചൊല്ലേ. എത്ര സ്പഷ്ടമായിട്ട് അല്ലാഹു സുബ്ഹാൻ ചൊല്ലേ. സൂറത്ത് അൻ-നഹ്ലില് 21-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാൻ ചൊല്ലേ, അംവാതുൻ, നിങ്ങൾ ആട്ടുകൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള അങ്ങ് മരിച്ചുപോയങ്ങ, അങ്ങ് മയ്യത്തായങ്ങ, ദുനിയാവുടെ കണക്ഷൻ അങ്ങൾതില്ല, അങ്ങ് പരലോകത്തെ ജീവിതത്തായിട്ടേക്കര്. എന്താ ആ മനുഷ്യ മാട്ടി നിങ്ങൾ പോയിട്ട് കേട്ടുണ്ടായെങ്കിൽ അല്ല ചൊല്ല അങ്ങ് മരണപ്പെട്ടു പോയങ്ങ, അങ്ങ് ഹയാത്തുലുള്ളങ്ങ അല്ല, അങ്ങ് ഹയാത്തുള്ളങ്ങ അല്ല. സലഫിങ്ങ പുതിയത് ചൊല്ലേണ്ട് ചൊല്ലോറും എന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ മുതൽ ഈ ആയത്ത് ഓദ്യ, ഈ ആയത്ത് പുതിയ ആയത്ത സഹോദരന്മാരെ ഒർക്കലും അല്ല, ഇത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്തൈത്തിക്കര്. 1447 വർഷത്തിന് മുന്നല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവതീർണമാക്കി കൊടുത്ത ആയത്തൈത്തിക്കര്. ആ ആയത്തൈത്തിക്കര് സലഫിങ്ങ സമൂഹത്തെ മുതൽ ഓതി ചൊന്നിട്ടുള്ളത്. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചങ്ങളെ കേൾക്കുവാട്ടു സാധ്യമല്ല നബിയെ ചൊന്തു വിശുദ്ധ ഖുർആൻ. അപ്പൊ സലഫി പ്രസ്ഥാന ഒന്നാമത്തെ സമൂഹത്തെ ചൊന്നോണ്ടുള്ള ഈ വിഷയത്തെ കാരണം ഇത് വലിയ അപകടമായ വിഷയത്തിക്കര്. അള്ളാഹു പഠിച്ച റബ്ബിടെ വിട്ടിട്ടു, ആ പഠിച്ച റബ്ബിടെ വിട്ടിട്ടു മഖ്ലൂഖുകളുടെ പോയിട്ട് തങ്ങളുടെ സങ്കടത്തെയും തങ്ങളുടെ ബുദ്ധിമുട്ടുടെയും ചൊല്ലേ ആൾമാരുള്ളവരും അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് മരിച്ചു പോയങ്ങ നിങ്ങൾ ദുആത്ത് അങ്ങ് കേക്കില്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അങ്ങനത്തെ ദുആർന്നുണ്ടെങ്കിൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ ദുആ അങ്ങ് കേക്കില്ലാണ്ട് സ്പഷ്ടമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പാത്തുണ്ട്. അപ്പൊ ഈ പ്രാസ്താവിക ഭാഷണത്തിനൊക്കെ ഒന്നാമതായിട്ട് ഈ തന്റെ ഒലച്ചിൽ ചൊല്ല ഈ റായത്തിൽ സഹോദരന്മാട്ടി ഇരയാങ്ങൾ ചൊല്ലുകൊള്ളത് ഒന്നാമത്തെ ഈ വിഷയത്തിക്കര്. ഞങ്ങളെ ഇബാദത്തൊക്കെ അള്ളാഹു ഞങ്ങൾ നിന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തൗഹീദ് ചൊല്ലത് അള്ളാഹു ആ കൊടുക്കുന്ന ഇബാദത്ത് അത് റബ്ബുക്ക് മാത്രമേ ഇട്ടിക്കോണു, അത് അള്ളാഹു മാത്രമേ ഇട്ടിക്കോണു. ഇന്ന് രണ്ടാമത്തെ വിഷയം ചൊല്ലുകൊള്ളത് അതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നേതാവായിത്തിക്കര്. ആ റസൂലുള്ള അള്ളാഹുടെ അവസാനത്തെ റസൂലായിത്തിക്കര്. ആ റസൂലിനെ പിർസാക്കരുത് ഈമാന്റെ ഭാഗമായിത്തിക്കര്. വായിൽ ചൊല്ലി പിർസല്ല, സ്വന്ത ശരീരത്തെ കാണിയാറ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിർസാക്കണം. എങ്ങനെയായിട്ട് റസൂലിനെ പിർസാക്കണായത്, എങ്ങനെയായിട്ട് ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ പിർസാക്കണായത്? ആ റസൂലിന്റെ നുബുവത്തിലെ ജീവിതം ഉണ്ട്. ഞങ്ങൾ മുന്നോളൂ 40 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അവതീർണാവു. 63-ാമത്തെ വർഷത്തിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവു. ആ 23 വർഷത്തെ ജീവിത പ്രാമാണികമായിട്ട് ഞങ്ങളെ മുന്നോളുണ്ട്, ഞങ്ങളെ മുന്നോളുണ്ട്. എങ്ങനെ അള്ളാഹിന്റെ റസൂൽ നിസ്കരിച്ചത്, എങ്ങനെ അള്ളാഹിന്റെ റസൂൽ നോമ്പ് പിടിക്കുക പഠിപ്പാത്തന്നത്, എങ്ങനെ അള്ളാഹിന്റെ റസൂൽ ദാമ്പത്യ ജീവിതം നയിച്ചത്, അങ്ങനെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നിങ്ങൾക്ക് മാതൃക ഉണ്ട് ചൊല്ലുന്ന വിശുദ്ധ ഖുർആൻ. ആ റസൂലിനെ അനുസരിക്കണം. എങ്ങനെയായിട്ടേക്കര് ആ റസൂലിന്റെ പഠിപ്പാടി തന്നതിലൂടെ, ആ റസൂലിന്റെ പഠിപ്പാടി തന്നതിലൂടെ ഞങ്ങ സമുദായത്തില് ഈ സമൂഹത്തിൽ ഞങ്ങൾ ചൊന്നിട്ടുള്ളത് ആ റസൂലിന്റെ പഠിപ്പാട്ടത് ദീനല്ല. അണ്ട് ഏത് റസൂലിന്റെ കാലത്ത് ദീന അത് ഇണ്ടും ദീനായിട്ടിക്കര്, ഖിയാമത്ത് നാൾ ദീനായിട്ടിക്കര്. അണ്ട് ഏത് ദീനല്ലേ അത് ഇണ്ടും ഖിയാമത്ത് നാൾ ദീനല്ല. അത് സ്പഷ്ടമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഇണ്ട് ഇസ്ലാം ദീനില് നല്ലത് നല്ലത് ചൊന്തി എത്രമാ പുതിയ കാര്യങ്ങൾ കടന്നു വന്നോണ്ടുണ്ടോ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ റസൂൽ ആക്കിയിട്ടില്ല, റസൂലിന്റെ സ്വഹാബത്ത് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും ആക്കുക തീരാ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല
ദീൻ പൂർത്തിയാക്കിട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുക്ക് മുന്നോളൂ ഈ ഇസ്ലാം ദീന്റെ പരിപൂർണമാക്കിട, പൂർത്തിയാക്കിട. ഇത് പൂർണ്ണമായിട്ട് ഇനി ഇത് നല്ലത് ചൊന്ത് കൂട്ടുക, നല്ലില്ല ചൊന്ത് കുറക്കുക ഒരാളും അവകാശം ഇല്ല. അതായിട്ട് സലഫി പ്രസ്ഥാന ചൊല്ലേ. ഒരു ഉദാഹരണം ചൊന്നെ പ്രാസ്തവിക ഭാഷ നിപ്പാട്ടെ. ഉദാഹരണക്ക് സുബൈക്ക് ഫജർ നിസ്കാര 2 റക്അത്ത് ഞങ്ങൾ നിസ്കരിക്കറ. സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം സലഫി പ്രസ്ഥാന എന്തിനാ സമൂഹത്തിന്റെ ചൊല്ലേ ചൊന്തു അത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. ഫജർ നിസ്കാര 2 റക്അത്ത് നിസ്കരിക്കറ. അത് സുന്നി ആവട്ടെ, സലഫി ആവട്ടെ, ജമാഅത്ത് ഇസ്ലാം ആവട്ടെ, തബ്ലീഗ് ആവട്ടെ, ഇസ്ലാമിൽ ഏതൊക്കെ ഗ്രൂപ്പ് പാർട്ടിങ് ഉണ്ടാ എല്ലാവരും ഫജർ നിസ്കാര 2 റക്അത്ത് ആയിട്ട് നിസ്കരിക്കണേ. എന്തേ ഞങ്ങൾക്ക് 3 റക്അത്ത് നിസ്കരിക്കാവില്ലേ? എന്തേ ഞങ്ങൾക്ക് 3 റക്അത്ത് നിസ്കരിക്കല്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ 3 റക്അത്ത് നിസ്കരിക്കില്ല? ഞങ്ങളെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തേ കാട്ടിടേ. അതുകൊണ്ട് ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കരേ. എന്നിട്ട് ഒരാൾ ബേച്ചിട്ട് നിസ്കാരം നല്ലതല്ലേ ചൊന്ത് ഫജർ 3 ആക്കിണ്ടെങ്കിൽ ആ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുവാണ. അതായിട്ട് ചൊല്ലി സൽഫി പ്രസ്ഥാന പുതിയത് എടുത്ത് പറയണ്ട ദീനില്. ഞങ്ങൾ ചൊല്ലി മാല മൗലൂദിങ്ങ റാത്തീബ് കുത്തുബിയത്ത് ഹദ്ദാദ് മരിച്ചവിടെ യാസീൻ ഓദ്രെ 300 ദുആ 40 ദുആ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഞങ്ങൾ ചൊല്ലിയത് ഇത് പുതിയതായിട്ട് ദീനിൽ കടന്നു വന്നത്. ഇത് അള്ളാന്റെ റസൂൽ കാട്ടി തരാത്തതായിട്ട് ഈ വിഷയം. അതുകൊണ്ട് എങ്ങനെ ഞങ്ങ സുബൈ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കില്ലേ? കാരണം ഞങ്ങൾക്ക് കൊണ്ടുണ്ട് ഞങ്ങളെ ഹബീബ് പഠിപ്പിച്ച 2 റക്അത്ത്. പിന്നെ എത്ര അവിടെ നല്ല ഉണ്ടെങ്കിലും 3-ാമത്തെ റക്അത്ത് ഞങ്ങൾ നിസ്കരിക്കില്ല. അതായിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് തന്നരെ. ഖുർആൻ ചൊന്നിട്ടില്ലേ വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്റെ കൊണ്ടുവന്നരെ അതിനെ നിങ്ങൾ സ്വീകരിക്കൂ. 1447 വർഷത്തെ മുന്നോളൂ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവിടേക്ക് മുന്നോളൂ എന്ത് ദീനായിട്ട് ഞങ്ങൾക്ക് കാട്ടി തന്നരെ അതിനെ ഞങ്ങൾ സ്വീകരിക്കണു. ആ റസൂൽ എന്തൊക്കെ വിരോധിച്ചത് അതിനെ ഞങ്ങൾ വിട്ടുവിടണു. ഇതായിട്ട് ഇസ്ലാം ഞങ്ങളുടെ ചൊല്ലി. അപ്പൊ 2 പ്രധാനപ്പെട്ട വിഷയത്തേക്ക് ഒന്ന് തൗഹീദായിട്ട് ഇബാദത്ത് അല്ലാഹു മാത്രമേ ഇട്ടിക്കണു. 2-ാമത്തേത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിർസാക്കണു. എങ്ങനെ പിർസാക്കണു? ആ റസൂലിന്റെ പഠിപ്പാട്ടത്തിലൂടെ അല്ലെ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്തിലൂടെ ആ അള്ളാന്റെ റസൂലിനെ ഞങ്ങൾ പിർസാക്കണു. ആ റസൂലിനെ പഠിപ്പാട്ടത്തെ എത്രമാ പുതിയതായിട്ട് കാര്യബന്ധവും അത് ബിദ്അത്ത് ഉണ്ട് ഞങ്ങൾ ചൊല്ലിയ സമൂഹത്തില്. ബിദ്അത്ത് കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്ത് കേട്ടിക്കര്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തും നരകത്ത് കേട്ടിക്കര്. ചൊന്തായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് തന്നത്. അവസാനമായി ചൊല്ലുകൊള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തോ അതെ ഞാൻ വഫാത്ത് ആവണ്ട് പോണ്ടില്ല, നിങ്ങൾക്ക് സ്വർഗത്ത് മുട്ടാവടുതും നരകത്ത് ദൂരാവിടെ എല്ലാ വിഷയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നിട്ട് വഫാത്തായിട്ട് പോയിട്ട് ആ റസൂലിന്റെ വഫാത്തിൽ പിന്നെ മഹാന്മാരായ സ്വഹാബത്ത് കഴിഞ്ഞു പോയാൽ പിന്നെ അതേ പിന്നെ സലഫു സ്വാലിഹ്യ കഴിഞ്ഞു പോയാൽ പിന്നെ പല രൂപത്തിലുള്ള നല്ലത് ചൊന്തു ഈ ദീനിൽ പല കാര്യം കടന്നു വന്നത്. ആ നല്ലത് അള്ളാന്റെ റസൂൽ കാട്ടിട്ടില്ല, അള്ളാന്റെ റസൂൽ സ്വഹാബത്ത് കാട്ടിട്ടില്ല, താബീങ്ങ കാട്ടിട്ടില്ല, തബഅ കാട്ടിട്ടില്ല. അതേപോലെ മദ്ഹബ് ഇമാംമാർ പോലും ഇതൊക്കെ കാട്ടാത്ത വിഷയത്തിക്കര് അത് ഞങ്ങൾക്ക് ദീനല്ല. ആ നല്ലത് അള്ളാന്റെ റസൂൽ കാട്ടിട്ടില്ലാണ്ടായിട്ടിക്കര് ഈ സമൂഹത്തെ മുന്നോളും ഈ സമുദായത്തില് ഏത് കാലത്തിലും ഈ പ്രസ്ഥാന ചൊന്ന വന്നം തുല്യത്. അവസാന ചൊല്ലിയല്ലേ സഹോദരന്മാരെ, ഫസ്റ്റ് ചെന്ന പോലെ കേക്കോർ കാതോർത്തിട്ടു ദേനെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തല്ലുകളയാം. അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമി ലോകത്തില്. അതുകൊണ്ട് കാതോർത്തിട്ട് കേക്കോറും അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ കാതോർത്തിട്ട് നിങ്ങൾ കേക്കോറും. കാരണം ഞങ്ങൾക്ക് മരിക്കുണ്ടു, മരണപ്പെടുകൊണ്ടു, നാളെ ബർസഖിയായ ജീവനുണ്ടു. അവിടെ നിന്ന് അല്ലാഹുടെ കോർട്ടിൽ നിൽക്കുകൊണ്ടു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ സൂക്ഷിക്കുറ നാളിലെ അല്ലാഹുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നാളുണ്ടോ. ആ നാളിൽ നിങ്ങൾ സൂക്ഷിക്കുറുണ്ടായിരിക്കരുത്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാൻ തന്നെ. അപ്പൊ അല്ലാഹുടെ മുന്നിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കുണ്ടോ, അവിടെ വിചാരണ ഉണ്ടോ. അണ്ട് അല്ലാഹു റസൂൽ എന്തൊക്കെ പഠിപ്പാൻ തന്നതാ അത് മാത്രം അവിടെ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ചൊല്ല വിഷയ വാസ്തവികത്തെ ഞങ്ങൾ മനസ്സിലാക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിടെ ഹക്കായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലായിട്ട് വിട്ടുപെടുകയും അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നോർത്തോളം തൗഹീദ് സുന്നത്തിന്റെ മാർഗത്തില് അടിവെച്ച്
ജീവിക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിന് ബേനായിട്ട് ചമ്മെ താൽമാർ സാമ്പത്തികമായിട്ട് സഹായിച്ചവരും തടിക്കൊണ്ട് മെഹനത്ത് വന്നവരും അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.